അതിഥികൾ വീട്ടിൽ വന്നപ്പോൾ ഒരു കവറിൽ നിറയെ ആപ്പിൾ കൊണ്ടുവന്നിരുന്നു. വീട്ടിലെ ഏറ്റവും ചെറിയ കുട്ടി കവറിലെ ആപ്പിൾ ടേബിളിൽ കൊട്ടി അതിഥികൾക്ക് മുന്നിൽ വെച്ചു തന്നെ ആദ്യത്തെ ആപ്പിൾ എടുത്ത് കടിച്ചു. എന്നിട്ട് അതവിടെ വെച്ചു. രണ്ടാമത്തെ ആപ്പിൾ എടുത്ത് കടിച്ചു, വീണ്ടും അതവിടെ വെച്ചു. മൂന്നാമത്തതും നാലാമത്തതും ഒക്കെ കടിച്ചപ്പോ ഈ വാപ്പാക്കും ഉമ്മാക്കും വലിയ വിഷമായി. അതിഥികളുടെ മുന്നിൽ വെച്ച് തന്നെ ആപ്പിളിന്റെ കവറിൽ നിന്ന് ആപ്പിളുകൾ എടുത്ത് ഓരോന്നോരോന്ന് ഇങ്ങനെ കടിക്കണ കണ്ടപ്പോ അവർക്ക് വലിയ വിഷമായി. അവര് കുട്ടിയെ ശകാരിച്ചു. അത് പിടിച്ചു വാങ്ങി, ആപ്പിളിന്റെ കവർ പിടിച്ചു വാങ്ങി. അതിഥികൾ പറയുന്നുണ്ടായിരുന്നു, ചെറിയ കുട്ടിയല്ലേ, അവളത് ചെയ്തോട്ടെ, അതിനെന്താ, അവൾക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ലേ എന്നൊക്കെ. പക്ഷെ വലിയൊരു ദുരഭിമാനം അവരുടെ ഉള്ളിൽ ഇങ്ങനെ പുകയുന്നുണ്ടായിരുന്നു. നല്ല വടിയൊക്കെ എടുത്ത് രണ്ടടിയൊക്കെ കൊടുത്ത് അവരുടെ കുഞ്ഞു കാലിൽ അടിയുടെ പാട് ഉണ്ടായിരുന്നു, അതിന്റെ നീറ്റൽ ഉണ്ടായിരുന്നു. അതിഥികളൊക്കെ പോയി കഴിഞ്ഞപ്പോ ബാക്കി ആപ്പിളുകൾ കൂടി അവൾ കടിച്ചു, ഉമ്മാനെ കാണാതെ കടിച്ചു. എന്നിട്ട് ഒരാപ്പിൾ എടുത്തിട്ട് ഉമ്മാന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഉമ്മച്ചേ, ഇതാണ് ഏറ്റവും മധുരമുള്ള ആപ്പിള്. ഉമ്മച്ചിക്ക് കിട്ടലില്ലല്ലോ സാധാരണ, അതുകൊണ്ട് ഏറ്റവും മധുരമുള്ള ആപ്പിള് നോക്കുകയായിരുന്നു ഞാന്. ഒരാളുടെയും പ്രവൃത്തിയെ നമ്മുടെ ഒരു ചുരുങ്ങിയ വൃത്തത്തിൽ നിന്ന് വായിക്കരുത് എന്നാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം. ആ കുട്ടിയുടെ ആ പ്രവൃത്തിയെ കുട്ടിത്തത്തിന്റെ ഒരു കുസൃതിയായിട്ടോ അല്ലെങ്കിൽ ആർത്തിയായിട്ടോ ആണ് മാതാപിതാക്കൾ വിലയിരുത്തിയത്. പക്ഷെ അവളുടെ കുഞ്ഞിന്റെ ഉള്ളിൽ പുകയുന്നൊരു നമ്പരുണ്ടായിരുന്നു. എന്താണത്? എന്റെ ഉമ്മച്ചിക്ക് ഒന്നും കിട്ടലില്ല, ഇന്ന് എന്റെ ഉമ്മച്ചിക്ക് നല്ല മധുരമുള്ള, ഏറ്റവും മധുരമുള്ള ആപ്പിൾ തന്നെ കൊടുക്കണം എന്നൊരു ചിന്ത കുഞ്ഞിന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് വായിക്കാൻ ആ മാതാപിതാക്കൾക്ക് കഴിയാതെ പോയി. ഞാനൊരു കഥ കൊണ്ട് തുടങ്ങിയത്, നമ്മൾ പലരും പലയിടത്തുനിന്നും പല അന്തരീക്ഷത്തുനിന്നും ഓടിപ്പാഞ്ഞു വരികയാണ്. പറയുന്നത് എന്താണെന്ന് കേട്ടു തുടങ്ങും മുമ്പ് ഒരുപക്ഷെ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ക്ഷീണത്തിൽ പതിയെ നമ്മൾ മയങ്ങി തുടങ്ങും. അങ്ങനെ മയങ്ങിയൊരുക്കും ഞാനിവിടെ പറയുന്ന വിഷയം നഷ്ടപ്പെടരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തുടങ്ങിയത്. അപ്പോ നമ്മളൊക്കെ ഒരുപാട് ഊഹിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇസ്ലാമിനെ പോലെ ബുദ്ധിയെയും ചിന്തയെയും സംരക്ഷിക്കാൻ വേണ്ടി നിയമങ്ങൾ നിർമ്മിച്ച, സന്ദേശങ്ങൾ നൽകിയ, പ്രവാചകന്മാരെ നിയോഗിച്ച, വേദഗ്രന്ഥത്തിലും പ്രമാണങ്ങളിലും ആഴത്തിൽ സംസാരിച്ച വേറെ ഏതെങ്കിലും മതമുണ്ടോ? വാനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽപ്പെട്ടവൻ തന്നെയാണെന്ന് വീണ്ടും വീണ്ടും അഭിമാന ബോധത്തോടെ പറയാൻ പറ്റുന്ന എത്ര എത്ര രംഗങ്ങളുണ്ട്. ഒന്ന്, ചിന്തയും ബുദ്ധിയും സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കാൻ ഇസ്ലാം ചെയ്തത് എന്താ? ലഹരിയെ സമ്പൂർണമായി, അത് വീരം കൂടിയതാണെങ്കിലും വീരം കൂടാത്തതാണെങ്കിലും സമ്പൂർണമായി ഇസ്ലാം അതിനെ നിരാകരിച്ചു. അതിന് കേരള പാനി എന്നൊരിക്കലും പേരുണ്ടാവില്ല. മദ്യത്തിന് വളരെ കൃത്യമായി ഇസ്ലാം നയം പറഞ്ഞു. ഇനി വല്ല വിവരവും നിങ്ങളെടുത്ത് വന്നാൽ അത് നിങ്ങൾ പരിശോധിച്ചുറപ്പിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ ഒരു കാര്യത്തെയും പഠിക്കാതെ എടുത്തു ചാടരുത്. ഒരു വേദഗ്രന്ഥാണ് ഈ പറയണത്. വാർത്ത കേട്ടിന്റെ അടിസ്ഥാനത്തിൽ വേഗം കമന്റ് ചെയ്യരുത്. ഇന്നത്തെ കാലത്ത് ഒരു പ്രത്യേകത എന്താ? റീച്ച് കിട്ടണമെങ്കിൽ ആദ്യം പറയണം, വേഗം പറയണം. ആ ധൃതിയിൽ പല മൂല്യങ്ങളും ഉടഞ്ഞു പോവുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിലെ 6-ാമത്തെ വചനാണ് ഞാൻ ഓതിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരം കിട്ടുമെങ്കിൽ അമാനി മൗലയുടെ പരിഭാഷയിലെ സൂറത്തുൽ ഹുജറാത്ത് ഇടക്കൊന്ന് വായിച്ചാൽ മതി. ഞാനുങ്ങളൊക്കെ ശരിയാകും. ഏറ്റവും വലിയ മര്യാദയും അച്ചടക്കവും, പൊതു ഇടത്തിൽ ഒരു വ്യക്തി എങ്ങനെ ജീവിക്കണമെന്ന പാഠവും, ഞാനെന്ന വ്യക്തിയുടെ ദോഷങ്ങൾ ഒരു വ്യക്തിക്കും ബാധിക്കാതെ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന അധ്യാപനവും ഒക്കെ അതിലുണ്ട്. അതിലൊരു വചനാണ്, ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ. നിങ്ങളടുത്ത് വല്ലവരും വല്ല വിവരവും കൊണ്ടുവന്നാൽ, ഫാസിഖ് എന്ന ശരിക്കും വേർഡിന്റെ അർത്ഥം തമ്മാടി എന്നാണ്, മനസ്സിലായില്ലേ? അപ്പോ നിങ്ങളടുത്ത് വല്ലവരും വല്ല വാർത്തയുമായി വന്നാൽ, ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല, നിങ്ങൾ അതിന്റെ ക്ലാരിറ്റി വരുത്തണം, നിങ്ങൾ അത് വിശദമായി പരിശോധിക്കണം. എന്നിട്ടേ നിങ്ങൾ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ പാടുള്ളൂ, എന്നിട്ടേ നിങ്ങൾ അതിലെ ഒരു ആക്ഷനിലേക്ക് പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? പിന്നെ അൻ തുസീബു ഖൗമൻ ബിജഹാല, അല്ലെങ്കിൽ വിവരമില്ലാതെ നിങ്ങളൊരു വിഷയത്തിൽ ഇടപെട്ട് അത് നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ദോഷമായി ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ. പിന്നെ നിങ്ങൾ ചെയ്തതിന്റെ പേരിൽ സങ്കടപ്പെട്ടിട്ട് കാര്യം ഉണ്ടാവില്ല. നിങ്ങൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലേക്ക് ആ വീഡിയോ, ആ പോസ്റ്റ് അല്ലേ, അയാൾ അവിടെ ചോദ്യം ചെയ്യുന്നത് ലൈവൊക്കെ നിങ്ങൾ ഇട്ടു, നിങ്ങളെ ഇതിൽ 35 ആളെ വ്യൂ ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ ദാഹിച്ച് നടക്കുന്ന ഒരു ചങ്ങാതി അത് കൊണ്ടേട്ടപ്പോ അത് ചിലപ്പോൾ മില്യൺ ആൻഡ് ബില്യൺ വ്യൂസിലേക്ക് എത്തിയിട്ടുണ്ടാകും. അയാളുടെ അഭിമാനത്തെ ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റൂല. ഒരു ബസ്സിൽ നിന്ന് ഒരു ബഹളം ഉണ്ടായി, ഒരു പെണ്ണെന്തോ പറഞ്ഞു, ഉടനെ കയറിയിട്ട് അയാളുണ്ട് കൈകാര്യം ചെയ്യലല്ല, അല്ലെ, അയാൾ മദ്യപാനിയാണെന്ന് ആരോ പറഞ്ഞു, എന്നാ വേഗം വീഡിയോ എടുത്ത് ഷൂട്ട് ചെയ്ത് ഇടലല്ല,
നിങ്ങൾ കാര്യങ്ങൾ ശരിക്കും വിശ്വാസിനോട് ഖുർആൻ പറയാം, നിങ്ങൾ കാര്യം പഠിക്കാതെ ഒന്നും ഇടപെടരുത്. ഇതിന്റെ സംഭവം എന്താ അറിയോ നിങ്ങൾ? ഇതിന്റെ സംഭവം അൽ വലീദ് ബിൻ ഉഖ്ബ ബിൻ അബി മുഅയ്ത്ത് എന്ന് പറയുന്ന മനുഷ്യൻ ജാഹിലിയത്തിൽ കുറച്ചൊരു അത്യാവശ്യം മസിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോ കിട്ടണോടത്തൊക്കെ വെച്ച് മുട്ടണി ഇടിക്കണൊക്കെ പരിപാടി ഉണ്ടായിരുന്നു മൂപ്പർക്ക്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ ബനുൽ മുസ്തലഖിലേക്ക് നികുതി പിരിക്കാൻ പറഞ്ഞയച്ചു. ഈ നികുതി പിരിക്കാൻ പോണവരോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശമൊക്കെ കാണുമ്പോഴാണ് നമ്മൾ വീണ്ടും വാനമിനൽ മുസ്ലിമീൻ എന്ന് പറയാം. നമ്മളെ സുജൂദിന് ഭയങ്കര ആവേശം ഉണ്ടാകും. ഇസ്ലാമിനെ, പ്രത്യേകിച്ച് കോൺട്രവേഴ്സി കാര്യങ്ങൾ, ഇസ്ലാമിനെതിരെ ഉന്നയിക്കപ്പെടുന്ന കാര്യങ്ങളെ അതിന്റെ സൂക്ഷ്മതയിലേക്ക് പോയി പഠിക്കാൻ ശ്രമിച്ച നമ്മളെ നെഞ്ചിൻ കൂട്ടിൽ ഇസ്ലാം എങ്ങനെ വിരിയും. അഭിമാനത്തോടെ നമ്മൾ പറയും ഞാൻ മുസ്ലിമാണ്. നമുക്കൊരു കോംപ്ലക്സും ഉണ്ടാവില്ല. കാരണം കാലത്തിന്റെ കൂടെ സഞ്ചരിക്കും, കാലത്തിന്റെ അപ്പുറം സഞ്ചരിക്കും. അതാ ഇസ്ലാം. നികുതി പിരിക്കാൻ പോണ ആളുകളോട് എന്താ അള്ളാഹുവിന്റെ റസൂൽ പറയാം? അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നോക്കി വലിച്ചു മാന്തി പോരരുത്. അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നോക്കി നികുതി പിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് സക്കാത്ത് പിരിക്കുകയാണ് പറഞ്ഞിട്ട് പിരിക്കരുത് എന്നാ പറയാം. പിരിക്കാൻ പോണവരോട് കൊടുക്കണ ഉപദേശമാണ്. അപ്പൊ അദ്ദേഹത്തെ അങ്ങനെ വിട്ടപ്പോ അദ്ദേഹത്തിന് ഈ ബനു മുസ്തലഖായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ജാഹിലിയത്തിൽ. അപ്പൊ അദ്ദേഹം പേടിച്ചു, അങ്ങോട്ട് ചെന്നാ പ്രശ്നമാകും. അപ്പൊ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ സക്കാത്തിന് വേണ്ടി ചെന്നപ്പോ ഒരു വിസമ്മതിച്ചു, എന്നിട്ട് അവരെന്നെ കൊല്ലാൻ ശ്രമിച്ചു. വഹയുള്ള പ്രവാചകനിലൂടെ അള്ളാഹു ഒരു കാര്യം ഇവിടെ കാണിച്ചു തരുന്നു. പ്രവാചകൻ അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുത്തു. അപ്പോഴാ വഹി വരുന്നത്. ഇതെന്തിനാ അങ്ങനെ ഒരു സംഭവം പഠിച്ചുണ്ടാക്കിയത്? വഹയുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും ജീവിതത്തിൽ സംഭവിച്ച ഈ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിശ്വാസിയെ ഉത്ബോധിപ്പിക്കുകയാണ്. നിന്റെ ഭാര്യയും നീയും തമ്മിലുള്ള, നീയും നിന്റെ മക്കളും തമ്മിലുള്ള, നീയും നിന്റെ ജ്യേഷ്ഠനും തമ്മിലുള്ള, വാപ്പയും കുടുംബവും തമ്മിലുള്ള, അയൽക്കാർ തമ്മിലുള്ള, സഹപ്രവർത്തകർ തമ്മിലുള്ള സ്പേസിൽ ചോദ്യചിഹ്നങ്ങൾ ഉയരുന്നിടത്തൊക്കെ ക്ലാരിറ്റി വരുത്തണം. ആദ്യം പോയി കമന്റ് ചെയ്യരുത്. അള്ളാഹുവിന്റെ റസൂലിന് വഹി വന്നു, ശരിയല്ല. അവരുടെ കത്ത് വന്നു, അല്ല വഹിയല്ല, ആദ്യം വരുന്നത് കത്താണ്. കത്ത് വന്നു, നബിയെ, ഞങ്ങൾ ഈ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി, നികുതി കൊടുക്കാൻ വേണ്ടി നിങ്ങളുടെ ദൂതൻ വരുന്നത് കാത്തു നിന്നു, അദ്ദേഹത്തെ കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ കൂട്ടത്തിലെ ഒരാളെ ഈ നികുതിയുമായി അങ്ങയുടെ അടുത്തേക്ക് പറഞ്ഞേക്കാണ്. അങ്ങയുടെ അടുത്തേക്ക് അത്ര ക്ലാരിറ്റിയിൽ ചിന്തിച്ചൊരു സമൂഹത്തെ കുറിച്ച് ഇങ്ങനെ ഒരു ചിന്ത വന്നപ്പോ അള്ളാഹുവിന്റെ റസൂലിന് ആയത്തിറങ്ങി. ഒരു സ്വഹാബിനെ കുറിച്ച് തന്നെ പരാമർശിച്ചുകൊണ്ട് ആയത്തിറങ്ങി. എന്താ? ഇൻജാക്കും ഫാസിഖും ബിനബയിൻ, ഒരാൾ നിങ്ങളെടുത്തൊരു വാർത്തയുമായി വന്നാ നിങ്ങൾ വിശദീകരണം വിവരണവും ചോദിക്കാതെ എന്ത് ചെയ്യരുത്? ഒരിക്കലും അതിലൊരു സ്റ്റെപ്പ് എടുക്കുന്ന ഒരു അടിസ്ഥാനം നിങ്ങൾക്ക് ഉണ്ടാകരുത്. അപ്പോ ചിന്തയെ ക്രമീകരിക്കാൻ ഇസ്ലാം ചെയ്ത രണ്ടാമത്തെ കാര്യത, നമ്മുടെ ചിന്തക്ക് പിഴവ് പറ്റാതിരിക്കാൻ, നമ്മുടെ ആലോചനകൾക്ക് പിഴവ് പറ്റാതിരിക്കാൻ, എന്തിലും ആകട്ടെ. ഒരു കച്ചവടത്തിൽ ഇറങ്ങുകയാണ് അല്ലെ, സ്വയം തൊഴിൽ പദ്ധതി എന്ന് പറഞ്ഞൊരു സംരംഭമുണ്ട്. ഞാനൊക്കെ ഉള്ള കൂട്ടായ്മ ചെയ്യുന്ന ഒരു വലിയ ചൗത്തിയാണ്. എന്താ? ആളുകൾക്ക് ആരോഗ്യം ഉണ്ടാകും, ഐഡിയാസ് ഉണ്ടാകും, സംരംഭം തുടങ്ങാൻ പൈസ ഉണ്ടാവില്ല. നമ്മൾ എത്ര കാലം ആളുകളെ കിറ്റ് കൊടുത്ത് നിർത്തും? അപ്പൊ അവർക്ക് ചെറിയ പൈസ പലരിടത്തുനിന്ന് ശേഖരിച്ച് സക്കാത്തിൻ്റെതും അല്ലാത്തതൊക്കെ ആയി പൈസ ശേഖരിച്ചിട്ട് കൊടുക്കും. അപ്പൊ ഇതില് പലപ്പോഴും സംരംഭം തുടങ്ങാൻ വരുന്ന ആള് എന്താ സംരംഭത്തെ കുറിച്ച് പറയാം? ഞാൻ മീൻ കച്ചവടം തുടങ്ങണ. ഒരാൾ ഇങ്ങനെ എന്നും മത്തിയും കൊണ്ട് പോണത് കണ്ടതും അയാളുടെ അടുത്തുനിന്ന് 1 കിലോ വാങ്ങിയതും അല്ലാതെ ഒരു വിവരം അവരുണ്ടാവില്ല. എന്നിട്ടോ മത്തി കച്ചവടം തുടങ്ങും അല്ലേ? എന്നിട്ട് എവിടെത്തുക? ഇന്ന് തുടങ്ങിയത് മുഴുവൻ പൊട്ടണങ്ങൾ കണ്ടിട്ടില്ലേ? തുടങ്ങിയതൊക്കെ എത്രയോ, നിങ്ങൾ ഇവിടുന്ന് മഞ്ചേരിക്ക് എത്തുന്നതിന് മുമ്പ് എത്ര ഷോപ്പ് തുറന്നത് പൂട്ടിയിട്ടുണ്ട്. അവിടെ ഒന്നും ഒരു തിബിയാനില്ല. ഇത് ഇവിടെയാണ് ഒരു ഓട്ടോറിക്ഷ തുടങ്ങുകയാണ്. ഇവിടെ ഈ പാർക്കിൽ എത്ര ഓട്ടോറിക്ഷ ഉണ്ട്? എനിക്കിവിടെ പെർമിറ്റ് കിട്ടുമോ? എന്റെ ഒരു പ്രകൃതം അങ്ങനെ ഇരുന്ന് ചെയ്യാൻ പറ്റിയതാണോ? ഇതൊന്നും പഠിക്കൂല. കുട്ടീനെ കോഴ്സിന് ചേർക്കുകയാണ്, ആണ് കൊണ്ടുപോയി ചേർക്കലാണ്. പിന്നെയാണ് മനസ്സിലാകുക അവിടെ കോണ്ടം 5 ഉറുപ്പ്യ എടുത്ത കോണ്ടം വേണമെങ്കിൽ ഈ എടുക്കാൻ പറ്റണ എടുത്തിട്ട് ഹോസ്റ്റലിൽ പോണ കുട്ടികളുള്ള ക്യാമ്പസ് ആണെന്ന് പിന്നെയാണോ മനസ്സിലാക്കുക? ഭയങ്കര ലിബറൽ ക്യാമ്പസുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അവിടെയൊക്കെ ദീനും ഖുറാൻ ക്ലാസും പഠനമായിട്ട് പോകുന്ന അഭിമാനപൂർവ്വം പറയാവുന്ന കുറെ സുഹൃത്തുക്കളുണ്ട് നമുക്കൊക്കെ. എന്താ? ഒരു വാപ്പിയും അവിടെ CCTV വെച്ച് CCTV പാരന്റിംഗ് ഒന്നും നടക്കണില്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു പാസ്വേഡ് അള്ളാഹ്, അത് സെറ്റാക്കി. പിന്നെ എന്താ അറിയോ? പിന്നെ നമ്മുടെ അടുത്ത് ഒന്നും പറ്റൂല സഹോദരന്മാരെ, നമ്മൾ സേഫ് ആയിരിക്കും. നമ്മുടെ അടുത്ത് ഒന്നും പറ്റൂല. നമ്മൾ വളരെ ജീവിതത്തിൽ ഓരോ സ്ഥലത്തും നമുക്കതിങ്ങനെ ഓർമ്മ വരും, ഓരോ സ്ഥലത്തും ഓർമ്മ വരും. അങ്ങനെയാണല്ലോ ലൈംഗിക ബന്ധത്തിന് ആഗ്രഹിച്ച പെൺകുട്ടിന്റെ കാലിൽ പോയി ഇരുന്നതിന് ശേഷം ആ പെൺകുട്ടി പറഞ്ഞു, നിനക്ക് അവകാശമില്ലാത്ത പരിപാടി നീ ചെയ്യരുത്, ഇത്തഖില്ല. ഇത്തഖില്ല എന്നുള്ള ആ ഒറ്റ വേർഡ് കേട്ടപ്പോ അയാൾ എണീറ്റാണ് പോയി. അയാളുടെ ദീർഘകാലത്തെ മോഹം ഉപേക്ഷിച്ച് ഒരു പെണ്ണിന്റെ വസ്ത്രമൂരി ശരീരത്തിൽ ഇരിക്കുന്ന സമയത്ത് അയാളുടെ ബയോളജിക്കൽ പ്രോസസ്സ് എന്തായിരിക്കും? ഞാൻ പറയണ്ടല്ലോ നിങ്ങളോട്. ആ ബയോളജിക്കൽ പ്രോസസ്സിനെ അതിജീവിക്കാൻ പറ്റുന്ന സാധനമാണ് അള്ളാഹ് എന്നുള്ള ചിന്ത. അത് ഹൃദയത്തേക്ക് കയറ്റണീനനുസരിച്ച് എന്ത് ചെയ്യുന്നറിയോ? നമ്മൾ എന്നുള്ള വ്യക്തി സമൂഹത്തിന് കൂടുതൽ ഉപകാരപ്പെടും, നമുക്ക് ഉപകാരപ്പെടും. അപ്പൊ ആ നിലക്ക് നമ്മുടെ ചിന്തയെ സംരക്ഷിക്കുന്നിടത്ത് മൂന്നാമത്തെ പോയിന്റിലേക്ക് ഞാൻ പോകുന്നു. എല്ലാം തെളിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്വീകരിക്കുള്ളൂ. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്ക് വിവരമില്ലാത്തൊരു കാര്യത്തിൽ നീ നിലപാടെടുക്കരുത്. ഇന്ന മസ്ഊല, നിന്റെ കേൾവി, നിന്റെ കാഴ്ച, നിന്റെ ഹൃദയം, നിന്റെ ചിന്താശേഷി, ഇതൊക്കെ പടച്ചോൻ ചോദിക്കും. നിനക്ക് ഇതൊക്കെ പടച്ചോൻ തന്നിട്ടുണ്ട്. 100 കണക്കിന് കാഴ്ച പരിമിതരുണ്ട്, 1000 കണക്കിന് കാഴ്ച പരിമിതരുണ്ട്.
നമ്മളുടെ കാഴ്ച പരിമിതരുടെ മാസാന്ത സംഗമത്തിലേക്ക് ആളുകൾ വരുന്നത് കണ്ടാൽ ആ സദസ്സൊന്ന് കണ്ണു നനയാതെ ഇന്നേ വരെ ഞാൻ പോയിട്ടുണ്ടാവില്ല. എന്താ, അവരവരുടെ സ്റ്റിക്ക് ഇങ്ങനെ കുത്തി ബസ് കയറി വണ്ടി കയറി എന്തോ ഒരു ദീനി പഠന സംരംഭം ഉണ്ട് അവിടേക്ക് വരിക. അവരുടേതാണെന്നുള്ളൊരു ഫീലിംഗ് ആണ് അവർക്കുള്ളത്. അതിന്റെ ബസ്സിന്റെ പൈസ അവിടുന്ന് കിട്ടും എന്നുള്ള ഉറപ്പുണ്ട്. ബസ്സിന്റെ പൈസന്റെ അപ്പുറത്ത് ഒന്നും കിട്ടൂല. അപ്പൊ അത് കിട്ടും എന്നുള്ളതുകൊണ്ട് അത് ഉറപ്പുവരുത്തി വരികയാണ്. അവർക്ക് കാഴ്ചയല്ല, പക്ഷെ അവർ ചെയ്യുന്നുണ്ട്. കേൾവില്ല അല്ലെ, കേൾവില്ല. തിരൂരിൽ നമ്മളെ പള്ളിയിൽ കേൾവി പരിമിതർ ധാരാളം വരുന്നുണ്ട്. അപ്പൊ അവിടെ ട്രാൻസ്ലേറ്റർ ഉണ്ട്. ഞാൻ കുത്തു പറയും, ഇപ്പുറത്തെ ട്രാൻസ്ലേറ്റർ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യും. നമ്മൾ പഠിക്കണം. സൈൻ ലാംഗ്വേജ് പഠിച്ച് ഈ സമൂഹത്തിൽ വലിയ ദൗത്യം നിർവഹിക്കാൻ പറ്റും. പിന്നെ നിന്റെ ഹൃദയം, നിന്റെ ബുദ്ധി, നിന്റെ ചിന്ത, ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു വിഷയത്തിലും പഠിക്കാതെ നിലപാടെടുക്കരുത്. എല്ലാതും വേഗം പറയണമെന്നൊന്നുമില്ല. ആലോചിച്ചിട്ട് പഠിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞ ദീന് എന്തായാലും അങ്ങനെയാണ്. ദീൻ എന്തായാലും അങ്ങനെ. ആർക്കെങ്കിലും തർക്കമുണ്ടോ? നമ്മൾ എവിടെ കൈയ്യട്ടണം, നമ്മൾ എങ്ങനെ, ഇതൊക്കെ കൃത്യമായി ഡോക്യുമെന്റഡ് ആണ്. നമ്മൾ റബ്ബറും തോട്ടം, നമുക്ക് റബ്ബർ തോട്ടം ഉണ്ട്. 6 മാസം നമ്മൾ കൊടുക്കുക പോയി പണിക്കാരനെ ഏൽപ്പിച്ചു. പണിക്കാരൻ പറഞ്ഞു റബ്ബർ മൊത്തം പ്രശ്നമാണ്, ഇനിയിപ്പോ വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല. ഓൻ എന്ത് ചെയ്തു? റബ്ബറൊക്കെ വെട്ടിയിട്ട് അവിടെ തെങ്ങ് വെച്ചു. നമുക്ക് പറ്റുമോ? അള്ളാഹുവിന്റെ ദീനിൽ അള്ളാഹ് ഇറക്കിയ നിയമമുണ്ട്, ആ നിയമത്തിൽ നിൽക്ക വേണ്ട. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ പറ്റൂല. അപ്പൊ ദീൻ എന്തും പൂർണ്ണമായും ടെക്സ്റ്റ് തന്നെയാണ്, പ്രമാണത്തിൽ നിന്ന് എടുക്കേണ്ടത്. ദുന്യാവോ അങ്ങനെ തന്നെ എടുക്കേണ്ടത്. ദുന്യാവ് ഓരോന്നും പഠിച്ചും പരിശോധിച്ചെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് പഴക്കൂല, നമ്മൾ സേഫ് ആയിരിക്കും. നല്ല പ്രാർത്ഥിക പഠിച്ചതിനോട്. പിന്നെ കൺഫ്യൂഷൻ വരും. എന്ത് കാര്യത്തില്? ദുന്യാവിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ വരും. ദീനിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല. അത് നമ്മളെ പഠനത്തിന്റെ കുറവുകൊണ്ട് വരുന്ന കൺഫ്യൂഷനാ. എന്താ, എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കണോ വേണ്ടേ? കൺഫ്യൂഷൻ. അപ്പൊ ചെയ്യാനുള്ള കാര്യമാണ് സലാത്തുൽ ഇസ്തിഖാറ. 2 റക്അത്ത് നിസ്കരിക്കും, എന്നിട്ട് അല്ലാഹുമ്മ അസ്തഗ്ഫിറുക എന്നൊരു ദുആ ഉണ്ട്, അത് ചൊല്ലും. ആ വിഷയത്തിൽ നല്ല ധാരണയുള്ള ഒരു വ്യക്തിനോട് നമ്മൾ ഡിസ്കസ് ചെയ്യും, ചർച്ച ചെയ്യും. അപ്പൊ അയാളുടെ അടുത്ത് ഒരു ഉത്തരം കിട്ടും. ആ ഉത്തരം ശരിയായിരിക്കുന്നതാണ്, അത് ശരിയിലേക്ക് നയിക്കുന്നതാണ്. അപ്പൊ 3-ാമത്തെ കാര്യം അതാണ്. ഇനി 4-ാമത്തെ കാര്യം എന്താ അറിയോ? എല്ലാം നീതിപൂർവ്വം നിർവഹിക്കുക. അപ്പോഴും പഴക്കൂല. കുനു ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്തി. നിങ്ങൾ അള്ളാഹുവിനു വേണ്ടി നീതി നിർവഹിക്കുന്ന ജനതയായി മാറണം. റബ്ബിനു വേണ്ടി നീതി നിർവഹിക്കുന്ന ജനതയായി മാറണം. ചരിത്രത്തിലുടനീളം അത് സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ ഒരു വിഷയം വരുമ്പോ നീതിക്കനുസരിച്ച് അതിൽ തീരുമാനം എടുക്കുള്ളൂ. നീതിക്കനുസരിച്ചെടുക്കുന്നതുകൊണ്ട് ചൂടായി പറയുന്നു വേണ്ട, ശാന്തമായി പറഞ്ഞാൽ മതി, ഒരു പ്രശ്നമല്ല. കുടുംബത്തിലെ വിഷയമായിരിക്കും, ബന്ധത്തിലെ വിഷയമായിരിക്കും, സംഘടനയിലെ വിഷയമായിരിക്കും, ഓഫീസിലെ വിഷയമായിരിക്കും. നീതിപൂർവ്വം നിൽക്കാൻ പഠിക്കണം. എന്തു നഷ്ടം വന്നാലും അത് വിശ്വാസത്തിന്റെ അടയാളാണ്. അപ്പൊ നമുക്ക് പഴക്കൂല. അത് അവസാനം ശരിയിലേക്ക് എത്തുക. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുത്ത് അങ്ങ് മിസ്റിലെ ഗവർണറുടെ മോനെ കുറിച്ച് ഒരു കംപ്ലൈന്റ് വന്നു. എന്താ കംപ്ലൈന്റ്? ഖിബ്തി എന്ന് പറഞ്ഞ ഫിറഔനിന്റെ ഗോത്ര പരമ്പരയാണ്. ഖിബ്തിയായ ഒരു വ്യക്തിയെ അദ്ദേഹം തല്ലിയിരിക്കുന്നു. ഗവർണറുടെ മോൻ തല്ലിയിരിക്കുന്നു. അപ്പൊ ഈ ഗവർണറുടെ മോന്റെ തല്ലുകൊണ്ട ഖിബ്തി അദ്ദേഹം ഗവർണർക്ക് പരാതി കൊടുത്തില്ല, ഗവർണറുടെ മോനായതുകൊണ്ട്. നേരെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ അടുത്ത് വിഷയത്തിയപ്പോ അദ്ദേഹം വിളിപ്പിച്ചു. നമ്മുടെ നാട്ടില് ഇങ്ങനെയൊക്കെ വന്നാൽ എന്താ ചെയ്യാ? വേഗം പറഞ്ഞ് ഒതുക്കി തീർക്കുക. അല്ല, ഗവർണർ ഈ മോനെയും വിളിപ്പിച്ചു. വിചാരണ കഴിഞ്ഞതിന്റെ ശേഷം ഗവർണറുടെ മോനെ അവിടെ കൊണ്ടുവന്ന് നിർത്തി. അടി കിട്ടിയ ഖിബ്തിയുടെ കയ്യിൽ ചാട്ടവാറ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു പൊട്ടിക്കുന്ന പറഞ്ഞു. എന്നിട്ട് ചോദിച്ചു, അള്ളാഹു സ്വതന്ത്രരായി പ്രസവിക്കാൻ ഭാഗ്യം കൊടുത്ത മനുഷ്യരെ അടിമകളാക്കാൻ ആരാണ് നിങ്ങൾക്ക് റൈറ്റ് തന്നത്? അതാണ് നീതി. ഖലീഫ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അന്നത്തെ ഖാളിയുടെ മുന്നിൽ, ഖാളി പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പള്ളി കമ്മിറ്റിക്ക് ഇഷ്ടം ഉണ്ടാകുമ്പോൾ പിരിച്ചുവിടാൻ പറ്റിയ ആൾക്കല്ല ഖാളി അറിയാം, ജഡ്ജി. ആ ജഡ്ജിയുടെ മുന്നിൽ, അവിടെ ഖലീഫയായിട്ടും കാര്യമില്ല, ജഡ്ജിയാണ്, പോയി പരാതി പറഞ്ഞു. എന്താ, ഇന്ന ജൂതൻ എന്റെ ഇന്ന സാധനം എടുത്തു. വാദം കേട്ട് കഴിഞ്ഞപ്പോ ഗവർണർ പറഞ്ഞു, ഖലീഫ പറഞ്ഞ കാര്യം ശരിയായിരിക്കാം, പക്ഷെ രേഖ ഇല്ല, ജൂതനെതിരെ നിങ്ങൾക്ക് തെളിവില്ല, അതുകൊണ്ട് സ്വീകരിക്കൂല. അപ്പൊ അതാണ് നീതിയുടെ കൂടെ ശരിയായി നിലനിന്ന് പോവുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഇച്ഛകളുടെ പിന്നാലെ പോകാതിരിക്കുക. 5-ാമത്തെ കാര്യം അതാ. അപ്പൊ നമ്മളെ ചിന്തക്ക് പഴ പറ്റൂല. ഇച്ഛകളുടെ പിന്നാലെ പോകുന്ന ഒരു തോന്നലിനനുസരിച്ച് അങ്ങനെ ചെയ്യാം അല്ലെ. ഭയങ്കര ബ്രസീലിന്റെ ഫ്ലക്സ് എത്ര ഭയങ്കര 10 അടി നീളത്തിൽ ഭയങ്കര ഫ്ലക്സ് ചോദിച്ചപ്പോ നമ്മളാണ് കൊടുത്തു അല്ലേ, ഭയങ്കര സംഭവമായിട്ട്. അതേ സമയത്ത് ആ ഫ്ലക്സ് വെച്ച വീടിന്റെ തൊട്ടപ്പുറത്തെ വീട്, ഞാനിക്കുണ്ടായ വളരെ പേഴ്സണൽ അനുഭവമാണ്. തൊട്ടപ്പുറത്തെ വീട്ടില് ഡയാലിസിസ് ചെയ്യുന്ന ഒരു പേഷ്യന്റ് ഉണ്ട്. 4.5 മണിക്കൂർ ഡയാലിസിസ് മെഷീന്റെ അരികിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു മനുഷ്യൻ. മൂപ്പര മോനും മൂപ്പർക്കും ഡയാലിസിസ് ഉണ്ട്. 2 ഡയാലിസിസ് പേഷ്യന്റ് ഉള്ള ഒരു വീടിന്റെ സ്ഥിതി എന്തായിരിക്കും? ആലോചിച്ചാൽ ഭയങ്കര എളുപ്പമായിരുന്നു. എന്റെ പൈസ അവരുടെ ഒരു നേരത്തെ ഡയാലിസിസിന്റെ തുകയായി ഞാൻ കൊടുക്കട്ടെ. അതാണ് ഇച്ഛകളുടെ പിന്നാലെ പോവുക. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ ഒരാളുടെയും വിശ്വാസം പൂർണ്ണമാവുകയില്ല ഏതുവരെ ഞാൻ കൊണ്ടുവന്ന ദീനിനനുസരിച്ചവന്റെ ചിന്ത മാറണത് വരെ. നമ്മുടെ ഒക്കെ തലച്ചോറിൽ അൽഗോരിതങ്ങൾ പ്ലാന് സെറ്റ് ചെയ്യണം. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ ഏത് ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോഴും ഒക്കെ ഫുൾ ആക്സസ് കൊടുക്കുക. ഓഡിയോ ഫുൾ ആക്സസ്, ലൊക്കേഷൻ ഫുൾ ആക്സസ് ഒക്കെ കൊടുക്കും. ഇത് കംപ്ലീറ്റ് ഡാറ്റ എടുത്തുകൊണ്ടിരിക്കുകയാണ്.
കംപ്ലീറ്റ് ഡാറ്റ എടുത്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് സംസാരിച്ചാലും ആ സംസാരിച്ചത് നിങ്ങൾക്ക് ആഡായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഭയത്തോടെ കാണേണ്ടത് ഒരു വിഷയം ഞാൻ പറയും ഇൻഷാ അല്ലാഹ്. അടുത്തൊരു ആഴ്ചയിലെ ഈ വിഷയം പറയും, വിശദമായി തന്നെ പറയും. എന്താണ് ശരിക്കും പറഞ്ഞാൽ പണ്ട് നമുക്ക് ചാനലും അതേപോലെ തന്നെ പത്രമൊക്കെ ആയിരുന്നു ഇവിടുത്തെ പൊതുബോധം തീരുമാനിച്ചിരുന്നത്. ഇന്ന് ചാനലും പത്രമൊക്കെ പൊതുബോധം തീരുമാനിക്കുന്നുണ്ട്. വെറും ചാനലും പത്രം മാത്രമാണോ പൊതുബോധം തീരുമാനിക്കണം? അല്ല, ഇന്ന് ഓരോരുത്തർക്കും ഓരോ റോബോട്ട് വർക്ക് ചെയ്യാണ്. നിങ്ങൾക്ക് വരുന്ന ആഡല്ല എനിക്ക് വരുന്നത്. നിങ്ങൾക്ക് വരുന്ന മൈക്രോ ഫോളോ അപ്പാണ് നടക്കുന്നത്. ട്രംപ് എന്ന് പറയണേ ഒന്നും അല്ലാതിരുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഒന്നുമല്ല, അയാൾ എന്തോ ഒരു റെസ്ലിംഗ് ക്ലബിന്റെ എന്തോ ഒരു സാധനമായിട്ട് മാത്രം നടക്കുന്നു. അയാൾ അമേരിക്കയുടെ പ്രസിഡന്റ് ആയത് എങ്ങനെ? അമേരിക്കയുടെ പ്രസിഡന്റ് ആയത് എങ്ങനെയെന്ന് മിമ്പറിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടറിയോ? എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഫേസ്ബുക്ക് എന്ത് ചെയ്തു? കുറച്ച് ഡാറ്റ അദ്ദേഹത്തിന്റെ ഏജൻസികൾക്കോ അല്ലെങ്കിൽ ഒരു കോൺസ്പെറൻസി തിയറിയാണ്, ഒരു എന്താ പറയാ, ഗൂഢാലോചന സിദ്ധാന്തമാണ് രണ്ടാമത് പറയുന്നത്. ആദ്യം പറഞ്ഞത് കറക്റ്റാ, എന്താ, ചൈനക്കോ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? സീറോ പൊളിറ്റിക്കൽ സ്റ്റാൻഡുള്ള നമ്മുടെ നാട്ടിലല്ലേ ഒരു പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സ്റ്റാൻഡ് ഇല്ലാത്ത ആൾക്കാരുണ്ടാകും. അങ്ങനത്തെ ആൾക്കാരുടെ ഡാറ്റ കിട്ടും. എവിടുന്ന് കിട്ടും? നിങ്ങളുടെ ടൈം ലൈനിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഫേസ്ബുക്കിന്റെ അടുത്ത് ഡാറ്റ ഉണ്ട്. നിങ്ങൾ ഏത് പാർട്ടിയാണ്, നിങ്ങൾ ഏത് നാട്ടുകാരനാണ്, നിങ്ങളെ ഇഷ്ടം എന്താണ്, നിങ്ങളെ അനിഷ്ടം എന്താണ്, നിങ്ങളെ യോജിപ്പ് എന്താണ്, നിങ്ങൾ ഉറങ്ങണത് എപ്പോഴാണ്, നിങ്ങളെ ശ്വാസത്തിന്റെ മിടിപ്പ് എന്താണ്, നിങ്ങളെ നമ്മുടെ സർവ്വം അവന്റെ ഡോക്യുമെന്റേഷനിലുണ്ട്. അപ്പൊ സീറോ പൊളിറ്റിക്കൽ സ്റ്റാൻഡുള്ള ആളുകൾക്ക് കൃത്യമായ പേഴ്സണൽ മെസ്സേജുകൾ ഇങ്ങനെ ചെന്നു. ഉദാഹരണം പറയാം, ഞാനിപ്പോ ഒരു റബ്ബർ വ്യാപാരിയാണ്. എക്സ് എന്ന് പറയുന്ന വ്യക്തി അധികാരത്തിൽ വന്നാൽ താങ്ങുവില 1000 രൂപയാക്കും എന്നിങ്ങനെ നിരന്തരം വന്നാൽ എന്താ ചെയ്യാ? എന്തായാലും കടക്കട്ടെ. അങ്ങനെയാണ് ട്രൈബൽ ഏരിയയിലൊന്നും ട്രംപിന് വോട്ടിട്ടില്ല. പക്ഷേ ഹില്ലാരി ക്ലിന്റൺ ജയത്തോടെ അടുക്കുമ്പോ മധ്യവർഗങ്ങൾ ജീവിക്കുന്നിടത്തുനിന്നാ വിജയിച്ചത്. എന്താ കാര്യം? ഓരോ വ്യക്തിക്കുമുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിക്കുള്ള ആഡായിരുന്നു കൊടുത്തത്. ഞാൻ ഈ വിഷയം ഇവിടെ കൊണ്ടുവന്നത് എന്തിനറിയോ? നമ്മുടെ മതത്തെ, നമ്മുടെ കാഴ്ചപ്പാടിനെ, നമ്മുടെ സമീപനങ്ങളെ, നമ്മുടെ രീതികളെ ആർക്ക് വേണമെങ്കിലും ഇരുന്നിട്ട് മോണിറ്റർ ചെയ്യാവുന്ന ഒരു സാഹചര്യമുണ്ട്. മഞ്ചേരിയിലെ സ്പെസിഫിക് ആയിട്ടുള്ള ഇന്ന ബിൽഡിംഗിൽ ആളുകൾക്ക് ഇന്ന ആഡ് പോകണം തീരുമാനിച്ചാൽ അത് പോകുന്ന കാലത്ത് ഇച്ഛകൾക്കൊപ്പമുള്ള യാത്രയവല തത്തബിഉൽ ഹവ, നിങ്ങൾ ഇച്ഛകൾക്കൊപ്പം പോകരുത് എന്നുള്ള തത്വത്തിന്റെ കൂടെ നിൽക്കൽ വളരെ പ്രധാനമാണ്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നറിയോ? നമുക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോ നമ്മളുടെ ചിന്ത പിഴക്കാതിരിക്കാനുള്ള എന്റെ 5ാമത്തെ നിർദ്ദേശം അതാണ്, വല തത്തബിഉൽ ഹവ. നിങ്ങൾ ഒരിക്കലും ഓരോന്ന് കാണുന്നതിന്റെ പിന്നാലെ പോകരുത്. ട്രെൻഡ് എന്നൊരു പേരിടുന്നതോട് കൂടെ പിന്നെ ഭയങ്കര സംഭവം. കുട്ടികളെ വലിയ പാവാട പാൻറ് ഇടുന്നിട്ടില്ല നിങ്ങൾ. എന്താ അതിന്റെ അസല്? എന്താ അതിന്റെ സംഭവം? ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? വാപ്പാർ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ വലിയ അടിവേരുണ്ട്. അതായത് കൊറിയ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു വലിയ വർക്കാണത്. കൊറിയൻ ഡ്രാമകൾ, BTS, ഇങ്ങനെയൊക്കെയുള്ള വലിയൊരു ശ്രേണിയുണ്ട്. BTS-ഉം ആത്മഹത്യ ഹിസ്റ്ററിയും നിങ്ങൾ വെറുതെ ഒന്ന് കഴിഞ്ഞ ശേഷം ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്, അല്ലെങ്കിൽ ചാറ്റ് ബോട്ടിനോട് ചോദിച്ചു നോക്ക്. നമ്മളൊക്കെ പാരന്റ്സ് ആണ്. ഞാൻ എന്റെ വളരെ പേഴ്സണൽ ആയ അനുഭവം പറയാം. ഒരു പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ ഒരു കോൺഫറൻസിൽ ക്യാമറ ഓഫ് ചെയ്തിട്ടുള്ള ഒരു സെഷൻ ഉണ്ട്. ആ സെഷനിൽ അവർക്ക് എന്തും ചോദിക്കാം. അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് ഞാൻ BTS എന്നുള്ളൊരു സാധനം കാണുന്നത്. ലോകത്ത് ഭയങ്കര വ്യൂസ് ഉള്ള ഒരു സാധനം കാണുന്നത്. അപ്പൊ എന്ത് ചെയ്തു അറിയോ? അതൊന്ന് കറക്റ്റ് വായിച്ചു നോക്കിയപ്പോ, പഠിച്ചു നോക്കിയപ്പോ ഒരുപാട് പെൺകുട്ടികളാണ് ഇതിന്റെ പിന്നാലെ പോണത്. ഈ പെൺകുട്ടികളുടെ പ്രത്യേകത, അവരിൽ പലരും എഴുതി വെച്ചത്, ഒരാളല്ല രണ്ടാളല്ല, നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടുകൾ 100 കണക്കിന് എണ്ണം കിട്ടും. ഞാൻ പറയുന്ന ഡാറ്റ ഒക്കെ പബ്ലിക് ഡൊമൈനിലുള്ളതാ. പള്ളിയിൽ നിന്ന് ഇപ്പൊ സെർച്ച് ചെയ്യാൻ പറ്റൂലല്ലോ, ഖുത്ബ പറയുമ്പോൾ സെർച്ച് ചെയ്യാൻ പറ്റൂല വേറെ ഒന്നിലും എങ്കിൽ. പക്ഷെ പള്ളി ഖുത്ബ ഞങ്ങൾക്ക് എടുത്ത് നോക്കാൻ പറ്റും. പെൺകുട്ടികൾ എഴുതി എന്താ അറിയോ? BTS-ലെ ഡാൻസർമാരായ 7 ആളുകളിൽ ഏതെങ്കിലും ഒരാള് എന്റെ റൂമിൽ വന്ന് ഞാനുമായിട്ട് സെക്സ് ചെയ്യുന്നത് എന്റെ ഡ്രീം ആണെന്നാണ്, എന്റെ സ്വപ്നമാണെന്നാണ്. അത്ര വലിയ അഡിക്ഷനാ. നമുക്ക് ആകെ ഇവിടെ എന്താ അഡിക്ഷൻ ഉള്ളൂ? പുതിയ കാലത്ത് ആകെ അഡിക്ഷൻ എന്ന് പറയുന്നത് സിന്തറ്റിക് ലഹരി മാത്രമേ ഉള്ളൂ. MDMA. കള്ളൊക്കെ ഇപ്പോ വലിയ പ്രശ്നമില്ലാതായി. ഒരു ചെറിയ വരന്റെ അപ്പുറത്ത് വലിയൊരു വര വരച്ച വലിയ വര അത്രേ ഉള്ളൂ. സിന്തറ്റിക് ലഹരി വന്നപ്പോ വേറെ ഒന്നും പ്രശ്നമില്ല. എന്നാൽ അതിന്റെ അപ്പുറത്തുള്ള ലഹരിയാണ് BTS ഒക്കെ. അപ്പൊ ഞാൻ എന്റെ കൂടെ ഡിസ്കഷനിൽ ആളോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സാധനം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടു, നമ്മളായിട്ട് ഈ വേർഡ് പറഞ്ഞിട്ട് കുട്ടികളെ സെർച്ച് ചെയ്യണ്ട. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ മിക്കവാറും നിങ്ങൾക്ക് മാത്രമേ ഇപ്പൊ അത് അറിയാത്തുണ്ടാവും. ഞാൻ അടുത്ത ദിവസം തിങ്കളാഴ്ച രാവിലെ സ്കൂളിൽ വന്ന് നോക്കുമ്പോ എന്റെ ക്ലാസ്സിന്റെ ചുമരിലൊക്കെ ഉണ്ട് BTS എന്ന്. 2016 മുതൽ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളില് ഈ BTS എന്താ വല്ല ബാബുവോ അങ്ങനെ ഉണ്ടല്ലോ, കുട്ടികൾ ഷോർട്ട് ഫോം അതാ വിചാരിച്ചേ. ഞാൻ പറഞ്ഞ നമ്മൾ ശരിക്കും ഭയക്കണം. നമ്മളിങ്ങനെ കാണുന്നതിന്റെ ഓരോന്നിന്റെയും പിന്നാലെ പോയാൽ ഇത് എവിടെയാണ് പോയി അവസാനിക്കാന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. എല്ലാം കൊമേഴ്ഷ്യലായി മാറുന്ന, എല്ലാം എന്താ പറയാ ഫിനാൻഷ്യലി ആളുകൾക്കുള്ള നേട്ടമായി മാറുന്ന കാലത്ത് നമ്മുടെ ചിന്തയെ ശരിക്കും നിലനിർത്താൻ പറ്റണം. ഇനി 6ാമത്തെ കാര്യം എന്താ അറിയോ? അഭ്യൂഹങ്ങളെ പ്രചരിപ്പിക്കരുത് എന്നാണ്. അഭ്യൂഹങ്ങൾ ഒരിക്കലും പ്രചരിപ്പിക്കരുത്. അങ്ങനെ പലതും കേൾക്കും. അവിടെ നല്ലൊരു വൈദ്യനുണ്ട് അറിയും, ഭയങ്കര റിസൾട്ട് ഉണ്ട്, ലൈവ് ഒക്കെ ചെയ്യും. അപ്പൊ നമ്മളോട് ഷെയർ ഒക്കെ കൊടുത്തിട്ട് എല്ലാവരുടെയാണ് പോകും. പിന്നെ ആ വൈദ്യനെ കാണൂല.
ഞാൻ ആരും മനസ്സിൽ ഒരിക്കലും വരാത്തൊരു പോയിന്റ് പറയാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരാളെ പറ്റിയിട്ട് എന്തോ ഒരു പെണ്ണ് കേസ്, ഞമ്മക്ക് എന്താ സഹോദരന്മാരെ കാര്യം? ഞമ്മക്ക് എന്താ കാര്യം? നമ്മള് ശുദ്ധമായ രാഷ്ട്രീയത്തിന്റെ വഴികളിൽ ഉണ്ടാകണമെന്ന് മിമ്പറിൽ എന്ന് പറയുന്ന ആളായാണ്. പണിയായുധങ്ങൾ മുഴുവൻ താഴെ വെച്ച് നമ്മള് മറ്റൊരു വഴിയിലേക്ക് പോയാ അത് വേറെല്ലാം കൊണ്ടുപോകും. പക്ഷേ അവിടെ ഉണ്ടാകുമ്പോഴും അശുദ്ധികൾ മുഴുവൻ എടുത്തെടിഞ്ഞ് എന്തോ ന്യായീകരണത്തിന് വേണ്ടി പഴയ ലൈംഗിക ആരോപണങ്ങളുടെ ഫയൽ കൊണ്ടെന്ന് കമന്റ് ബോക്സിലിട്ട് പോകുമ്പോ അവനാന്റെ അമലാണ് പോണതെന്നുള്ള ബോധ്യം നമുക്ക് വേണം. മഹദിയായ ആയിഷ ബീവിക്കെതിരെ ലൈംഗികാരോപണം വന്നു. എന്താ സംഭവം? മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോ അവരുടെ മാല നഷ്ടപ്പെട്ടു. അതല്ലെങ്കിൽ അവര് എന്തോ അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സൈനിക സംഘങ്ങൾ അവരെന്ത് ചെയ്തു? അവരൊന്നിച്ച് യാത്ര തുടങ്ങി. ആയിഷ ബീവിനെ എങ്ങനെ ഒട്ടകക്കട്ടിലിൽ അവർ ചുമക്കാണ് ചെയ്യുക. അവര് ആയിഷ ബീവിനെ ഉമ്മയായിട്ടാണ് കാണുന്നത്. നമ്മുടെ ഉമ്മയാണ് ആയിഷ ബീവി, നമ്മുടെ ഉമ്മയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. അതുകൊണ്ടാണ് ബഹ്റൈനിൽ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകനെ വിഷം കൊടുത്ത് കൊന്നതാണെന്ന് ഷിയാക്കൾ അവിടുത്തെ ടിവിയിൽ പറഞ്ഞപ്പോ അതിനെതിരെ വലിയ ക്യാമ്പയിൻ വന്നു. എന്താ, എവിടെ നോക്കിയാലും ഉമ്മുന ആയിഷ എന്നായിരുന്നു. നിങ്ങൾ ഒരു ലിഫ്റ്റ് കയറുമ്പോൾ അവിടെ ഉണ്ടാവും ഉമ്മുന ആയിഷ. നിങ്ങൾ ഫ്ലാറ്റ് ചെല്ലുമ്പോൾ അവിടെ ഉണ്ടാവും ഉമ്മുന ആയിഷ. നിങ്ങൾ ആ ഫ്ലാറ്റിൽ നിന്ന് പുറത്തു നോക്കുമ്പോൾ വലിയ ഹോർഡിംഗിൽ ഉണ്ടാകും ഉമ്മുന ആയിഷ. ബഹ്റൈൻ കരഞ്ഞു, ഞങ്ങളുടെ ഉമ്മയാണ് ആയിഷ, പറയാൻ സമ്മതിക്കില്ല ഞങ്ങൾ എന്ന് പറഞ്ഞു. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അവര് തിരിച്ചു വന്നപ്പോഴേക്ക് എല്ലാവരും പോയിരുന്നു. അവരവിടെ നിന്നു. വസ്തുക്കൾ ശേഖരിക്കുന്ന ചുമതലയുള്ള സൗബാൻ റളിയല്ലാഹു അൻഹു വീണുപോയ സാധനങ്ങൾ പൊറുക്കിയെടുക്കാൻ ചുമതലയുള്ള പ്ലാനിങ്ങിലുള്ള അദ്ദേഹം വരുമ്പോൾ ആയിഷ ബീവിനെയാണ് കാണുന്നത്. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റജീഊൻ പറഞ്ഞു. ഒട്ടകത്തിൽ കയറ്റി അദ്ദേഹം എന്ത് ചെയ്തു? ഒട്ടകത്തിന്റെ മുന്നിൽ നടന്നു. മുനാഫിഖീങ്ങൾ അത് ഉപയോഗിച്ചു. ആയിഷ ബീവി വയോധികനായ പ്രവാചകനെ വേണ്ടാഞ്ഞിട്ട് ഒളിച്ചോടിപ്പോയതാണെന്ന് കഥയുണ്ടാക്കിയപ്പോ അത് മദീന ഒരു മാസം അത് ചർച്ച ചെയ്തു. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്ക്, വിശുദ്ധ ഖുർആന്റെ വചനത്തിൽ നമുക്ക് കൃത്യമായി കാണാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താ ഇത്? ഖുർആൻ പറയാണ്, ഖുർആന്റെ പ്രയോഗം ഇങ്ങനെയാണ്: നിങ്ങൾ ഈ വാർത്ത കേട്ടപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നു. ഇത് തലഖൗനഹു ബിഅൽസിനതികും വതഖൂലൂന ബിഅഫ്വാഹികും മാ ലൈസ ലക്കും ബിഹി ഇൽമുൻ. നിങ്ങളുടെ നാവ് കൊണ്ട് ആ വാർത്ത ഉച്ചരിച്ചപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു. വതഹ്സബൂനഹു ഹയ്യിന, അവരത് വളരെ ചെറുതായിട്ടാണ് കാണുന്നത്. വഹുവ ഇൻദല്ലാഹി അലീം, അത് അള്ളാഹുവിന്റെ അടുത്ത് ഗുരുതരമായ കുറ്റമാണ് എന്ന് ഖുർആൻ ശക്തമായതിനെ കുറിച്ച് പറഞ്ഞു. വിശ്വാസികളിൽപ്പെട്ടവർ പോലും ഈ പരാമർശങ്ങളിൽ അറിയാതെ ആയിഷ ബീവിയെ കുറിച്ച് പറഞ്ഞുപോയി. പ്രവാചകൻ ഒന്ന് മാത്രം എടുത്തു ചാടിയില്ല, പൊട്ടിത്തെറിച്ചില്ല. നിങ്ങൾ വെറുതെ ചിന്തിച്ചു നോക്ക്, ചായക്കടയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ഭാര്യനെ കുറിച്ച് ഇങ്ങനെ പറയാം, വേറൊരുത്തന്റെ കൂടെ പോയി എന്ന്. എന്നിട്ടോ നമ്മൾ ചെല്ലുമ്പോൾ നിർത്തും, പിന്നെയും പറയും, ഇങ്ങനെ ചിരിക്കും. മുനാഫിഖീങ്ങളെ വേഷം ധരിച്ച് പള്ളിയിൽ ഒന്നാമത്തെ സഫിലുണ്ടാവുകയാണ്. പക്ഷെ നബിക്കോനെ അറിയാം. നബി ഫുള്ള് ലിസ്റ്റ് എടുത്തിട്ട് ഹുദൈഫന്റെ അടുത്ത് കൊടുത്തു. പറഞ്ഞില്ല, അതാ ലീഡർഷിപ്പ്. അവൻ മുനാഫിഖാണ്, ശ്രദ്ധിച്ചിട്ടോ എന്ന്. ഹുദൈഫ ഏറ്റവും അവസാനം മരിച്ച സ്വഹാബിമാരിൽപ്പെട്ട ആളാ. അപ്പോ ഒരു മാസം പ്രവാചകൻ സബറാക്കി. ആയിഷ ബീവിനോട് സ്വരം പോലും മാറിയില്ല. ആയിഷ, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നീ ഇസ്തിഗ്ഫാർ നടത്തിക്കോ എന്ന് പറഞ്ഞു. നബിയുടെ ആ മറുപടി കൂടി കേട്ടപ്പോ അവരെന്ത് ചെയ്തു? വാപ്പാന്റെ അടുത്തേക്ക് പോയി. അവസാനം ആയത്തിറങ്ങി, അവരെ ശുദ്ധീകരിച്ചുകൊണ്ട് ആയത്തിറങ്ങി. എന്തിനാണ് ഈ പ്രക്രിയയൊക്കെ? എന്തിനാ അങ്ങനത്തെ സംഭവമൊക്കെ? ചരിത്രത്തിനുടനീളം പാഠമാകാൻ നമ്മൾ ആരെക്കുറിച്ച് കേട്ടാലും മൗനം പാലിക്കുക എന്നുള്ളതാണ്. ഒരാളെക്കുറിച്ചും ഇത്തരം കാര്യങ്ങൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. പണ്ട് ഇത് പറയലായിരുന്നു, ഇന്ന് പറയുന്നതിനേക്കാളും അപകടമാണ്, അല്ലേ? പറയുന്നതിനേക്കാളും അപകടകരമാണ് ഇന്നത്തെ കാലത്ത് കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അതുകൊണ്ട് ഗൗരവപൂർവ്വം വിഷയങ്ങളെ കാണാനും പരിഗണിക്കാനും നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സർട്ടാവും സംരക്ഷകനുമായ റബ്ബിനെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും കാത്തു സൂക്ഷിക്കണമെന്ന് എല്ലാ സത്യവിശ്വാസികളെയും ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. 6 കാര്യങ്ങളായിരുന്നു ഞാൻ എന്റെ ഖുത്ബയിൽ നിങ്ങളോട് പറഞ്ഞത്. ആ 6 കാര്യങ്ങളും നമ്മുടെ ചിന്തയെ ശരി ദിശയിൽ കൊണ്ടുപോകാൻ നമ്മൾ എടുക്കേണ്ട പേഴ്സണൽ ആയിട്ടുള്ള, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള സ്റ്റാൻഡുകളാണ്. ഇങ്ങനെ നമുക്ക് ഓരോന്നിലും ഓർമ്മ വരെ എപ്പോഴാണ്? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമുക്ക് എന്തൊക്കെ കാര്യം ഓർമ്മ? ബിസ്മി നമുക്ക് അറിയില്ലേ? പക്ഷെ നമുക്ക് ബിസ്മി ചെല്ലേണ്ടടുത്ത് എല്ലായിടത്തും ചൊല്ലാൻ നമുക്ക് പറ്റലുണ്ടോ? നമുക്ക് എത്ര അദ്കാറുകൾ അറിയും, പക്ഷെ അധികം നമുക്ക് ചൊല്ലാൻ പറ്റുന്നുണ്ടോ? എന്താ കാര്യം? ഒറ്റ കാര്യമുള്ളൂ, ഇതിനൊരു തൗഫീഖ് കിട്ടണം. ആ തൗഫീഖ് കിട്ടണമെങ്കിൽ ഖുർആനുമായിട്ട് നമുക്ക് നല്ല ബന്ധം വേണം. അതിങ്ങനെ ഒരു കേവല പാരായണത്തിൽ ഒതുങ്ങാൻ പാടില്ല. ഖുർആനിലെ വചനങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റണം. തദബ്ബുർ ഉണ്ടാകണം. എന്താ തദബ്ബുർ? ഖുർആനിലെ വചനങ്ങൾ ആലോചിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ ആയത്തിന്റെ തഫ്സീർ നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വരിക. എന്താണ്? വയംനഊനൽ മാഊൻ, അവൻ പരോപകാര വസ്തുക്കൾ തടയുന്നവനാണ്. ഇപ്പോൾ ഓർമ്മ വരണ്ടേ? ഇന്നലെ ഇപ്പൊ അയലോകത്തെ കുഞ്ഞിമു വന്നിട്ട് ആ പ്രഷർ കുക്കർ ഭാര്യനോട് ചോദിച്ച്, അത് കൊടുത്തിട്ടില്ലല്ലോ.
സൂചി, അതേപോലെ തന്നെ കലം, ചട്ടി എന്നൊക്കെയാണ് മുഫസ്സിരീങ്ങൾ മാവിന്റെ അർത്ഥം കൊടുത്ത്. പൊതു ഇടത്തിൽ ഈ ഇസ്ലാം എത്ര എത്ര മനോഹരാണ് സഹോദരന്മാരെ. ഇത് നമുക്ക് അറിയില്ല, അതുകൊണ്ട് നമുക്കിത് പറയാൻ കഴിയൂല. അതുകൊണ്ട് ഇന്നേ വരെ ഒരു കമന്റിൽ പോലും ഇത് നമ്മളെ കൊത്തി വലിക്കുന്ന സംഖ്യയോട് ഇത് പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഖുറാൻ നമ്മൾ പഠിക്കണം. ഖുറാൻ പഠനത്തിന്റെ വലിയൊരു സംരംഭമാണ് ഖുറാൻ ഹദീസ് ലേണിംഗ് സ്കൂള്. അതിന്റെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു പ്രോഗ്രാം ഇന്ന് ഇവിടെ മഗ്‌രിബിന് ശേഷം നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഖുറാൻ പഠനവും ഇത്തരം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നിടത്ത് പള്ളികൾക്കും സംരംഭങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ പറയും പള്ളികളൊക്കെ എത്രങ്ങാനോ നാട്ടില് ദൗത്യം നിർവഹിക്കണ എത്ര പള്ളിയുണ്ട് അതെന്ന് പറഞ്ഞു. നിങ്ങള് ദൗത്യം നിർവഹിക്കണ എത്ര പള്ളിയുണ്ട് നമ്മൾ വെറുതെ ആലോചിച്ചാൽ മതി. ഇനി പള്ളിയിലെ ദൗത്യം എപ്പോഴാണ് നിർവഹിക്കുക? ആ പള്ളിയിൽ ആകെ ജുമാക്ക് പോകല് മാത്രം, എപ്പോഴെങ്കിലും ഒഴിവിട്ടുമ്പോൾ നിസ്കരിക്കാൻ പോകലല്ലോ. പള്ളി പോയി പറയുന്നത് എന്താ കാര്യം? പള്ളി പോയി പറഞ്ഞ ഒക്കെ തീരും. അതതിന്റെ അർത്ഥം. നെഗറ്റീവ് അല്ല, പോസിറ്റീവാണത്. പോസിറ്റീവാണത്. അങ്ങനത്തെ പള്ളികൾ നമുക്ക് ഉണ്ടായി വരണം. എന്റെ പ്രദേശത്തിന് തൊട്ടടുത്ത പ്രദേശത്ത് കാര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുതിയ പള്ളി മാത്രമല്ല, ഒരു ഇസ്ലാമിക് പ്രീ സ്കൂളും അങ്ങനെയൊക്കെ ഉള്ള പള്ളി ഉള്ള നാടാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, 100 മീറ്റർ 200 മീറ്റർ 300 മീറ്റർ അപ്പുറത്ത് പള്ളി ഉണ്ടാക്കൂല. അതിന് നിങ്ങളുടെ അടുത്ത് പിരിവാങ്ങൂല കേട്ടോ. അതിന് നിങ്ങളുടെ അടുത്ത് നമ്മൾ പിരിവാങ്ങൂല. തീർച്ചയായും കുറച്ചും കൂടി പള്ളി ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു പുതിയ പള്ളി വരുന്നു. അത് പള്ളി മാത്രമല്ല, അതൊരു പ്രീ സ്കൂൾ കൂടിയാണ്. അള്ളാഹു റസൂൽ പഠിപ്പിച്ചില്ലേ, നിങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കണം. മിഫ്ഹസ് ഖതാത്തിൻ, ഒരു കുരുവിക്കൂടിന്റെ അത്ര പോകുന്നതാണെങ്കിലും ഒരു പള്ളി നിങ്ങൾ ഉണ്ടാക്കണം എന്ന് പഠിപ്പിച്ചു. അറബ്സൊക്കെ നമ്മുടെ നാട്ടിലൊന്ന് പള്ളി ഉണ്ടാക്കി തരും. ഞാൻ പണ്ട് വയനാട്ടിലൊരു സ്ഥലത്ത് ഖുത്ബ പറയുമ്പോൾ അവിടെ ഒരു പ്രദേശത്ത് നിന്ന് കുറച്ച് സഹപ്രവർത്തകർ വന്നു. ആ അറബ് സുഹൃത്ത് ഇനി ഒന്നും തരാൻ കഴിയൂല, നമ്മുടെ നാട്ടിലെ ബജറ്റ് മാറുന്നതിനനുസരിച്ച് കമ്പിന്റെ വില കൂടുമല്ലോ, തരാനുള്ളതൊക്കെ ഞാൻ തന്നു, ഇനി നിങ്ങളത് ഞാൻ മരിക്കണതിന് മുമ്പ് ഒന്ന് പൂർത്തിയാക്കി തരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു വന്നപ്പോ ഞാൻ ഈ അറബ് സുഹൃത്തിനെ ഒന്ന് ബന്ധപ്പെട്ടു. എന്താ കാരണം? അപ്പൊ അതേ ഒരു ഫറാശാണ്. ഒരു നമ്മുടെ നാട്ടിൽ ഇതിൽ പറഞ്ഞാൽ ഒരു ഓഫീസ് അസിസ്റ്റന്റിന്റെ താഴെയുള്ള പോസ്റ്റ് ഉണ്ടല്ലോ, സീപ്പർ പോസ്റ്റ്. ആ സീപ്പർ പോസ്റ്റിൽ റിട്ടയർഡ് ആളാണ്. അയാൾക്ക് ആ റിട്ടയർമെന്റിൽ കിട്ടിയ വലിയൊരു പൈസ, അതുകൊണ്ട് അയാളുടെ നാട്ടിൽ പള്ളി ഉണ്ടാക്കാൻ കഴിയൂല. കാരണം വലിയ പള്ളികളാണ് സൗദി അറേബ്യത്തെ പള്ളികളൊക്കെ. അപ്പൊ അദ്ദേഹം അതുള്ളൊരു സ്ഥലത്തേക്ക് പള്ളിക്ക് വേണ്ടി കൊടുത്തതാണ്. അതാണ് പൂർത്തിയാകാതെ കിടക്കുന്നത്. ഞാനത് പറഞ്ഞപ്പോ അന്നത്തെ കളക്ഷൻ കഴിഞ്ഞപ്പോ ബസ്സിന്റെ ടിക്കറ്റ് അടക്കം ആ ബക്കറ്റിൽ ഞാൻ കണ്ടു. അത് ഉൾക്കൊണ്ടവരാണ് ഭാര്യയുടെ ഇട്ടാണ്. മനസ്സിലായില്ലേ? കൊടുക്കണ പൈസ ഒരു ഉറുപ്പ്യ നഷ്ടം ഉണ്ടാവില്ല. നമ്മൾ എടുക്കുന്ന കുപ്പായത്തിന്റെ വില ആലോചിച്ച നിങ്ങൾ, നമ്മൾ കയ്യിൽ ഉപയോഗിക്കുന്ന ഫോണിന്റെ ആലോചിച്ച നിങ്ങൾ. അതുകൊണ്ട് നമ്മൾ കൊടുത്തതേ നമുക്ക് കിട്ടുള്ളൂ. അർഹതപ്പെട്ട ഒരു ഓഹരി അവിടെ മദ്രസ ഉണ്ട്, പ്രീ സ്കൂൾ ഉണ്ട്, പല സംരംഭങ്ങളുണ്ട്, ഹിഫ്ളിന്റെ സംവിധാനം വരുന്നുണ്ട്. എല്ലാം നിയ്യത്താക്കി നല്ലൊരു തുക ഇന്നത്തെ ബക്കറ്റിൽ നമ്മൾ ആത്മാർത്ഥമായി അറിഞ്ഞ് നിക്ഷേപിക്കണം എന്ന് ഞാൻ എന്റെ എല്ലാ സുഹൃത്തുക്കളെ ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അത് എനിക്ക് പൂർണ്ണമായും ബോധ്യമുള്ള സ്ഥലമായതുകൊണ്ടാണ് നമ്മളിത് മെമ്പർമാർ പറയണം. നമുക്ക് ബോധ്യമുള്ളൊരു സ്ഥലമാകുമ്പോഴേ നമ്മളിത് പറയുള്ളത്. കൊണ്ടെടുക്കാൻ യഥാർത്ഥത്തിൽ അവിടെ ആളുണ്ട് എന്നുള്ള കാര്യം ഞാൻ എന്റെ സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ദീനി രംഗത്ത് ഉയർന്ന് ചിന്തിക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിക്കുമ്പോൾ എവിടെ വെച്ച് എപ്പോ മരിക്കുകയാണെങ്കിലോ ഹൈറായ മരണം അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ.